പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിങ്ങമൊന്നല്ലേ, നമുക്കൊരു ലഞ്ച് കോംബോ തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ലഞ്ച് കോംബോ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പണിപ്പുരയിലേക്ക് പതുക്കെ കടക്കാം. എല്ലാവരും വരും, നമുക്കൊരു ചിങ്ങമൊന്ന് നമുക്ക് നമ്മുടെ അടുക്കളയിലും അതിൻ്റേതായ സമൃദ്ധിയൊക്കെ ഉള്ള പോലെ ആഘോഷിക്കാം. വളരെ കൂടുതലൊന്നുമില്ല, നല്ലൊരു ഇലയിൽ വിളമ്പി കഴിക്കാവുന്ന അത്രയും സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യമായിട്ട് എല്ലാത്തരം ടേസ്റ്റുകളും ഉണ്ട് ഇതിൽ. നമ്മൾ കയ്പും പുളിയും കൂടി, കയ്പയ്ക്കയും മാങ്ങയും കൂടി ഒരു കറി, പിന്നെ വെണ്ടയ്ക്ക സാമ്പാറിലേക്കും വെണ്ടയ്ക്ക കൊണ്ട് തോരനും. അപ്പോൾ അത് രണ്ട് തരത്തിൽ അരിഞ്ഞെടുക്കണം. സാമ്പാറിലേക്ക് നുറുക്കിയിടുക, പിന്നെ തോരൻ ഒരു പ്രത്യേക രീതിയിലാണ് വയ്ക്കുന്നത്. അതാണ് ഇന്നത്തെ വെറൈറ്റി സാധനം. അപ്പോൾ അതിന് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള വെണ്ടയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നേരം എടുക്കും. കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടിട്ടൊരു തോരനാണ്. ഉണ്ടാക്കാനല്ല, സമയത്തൊക്കെ മുറിച്ചിട്ട് അതുപോലെ ആക്കി വെക്കാനാണ്. പിന്നെ സാമ്പാറിന് വെണ്ടയ്ക്ക, മത്തങ്ങ, അങ്ങനെ ഉരുളക്കിഴങ്ങ്, ഉള്ളി അതൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ. സാധാരണ ഒരു സാമ്പാർ. പിന്നെ നമുക്ക് രണ്ട് തരത്തിൽ മുറിച്ച് വെക്കണം. അതാണൊരു പണി. കുറച്ച് എടുത്തിട്ട് സാമ്പാറിന് മുറുക്കിയിടുക. പിന്നെ ബാക്കിയുള്ളത് നീളത്തിൽ പിളർന്നിട്ട് നീളത്തിൽ മുറിച്ച് വയ്ക്കുക. അതിന് മുക്കാത്തത് തിരഞ്ഞെടുത്തിട്ട് വെക്കണം. അങ്ങനെ പിളർന്നെടുത്ത് വയ്ക്കുക. അതിലേക്കൊരു 4 പച്ചമുളക്, ഒരു സവോള അത്രയും ചേർക്കണം. വേറെ മുളക് ഒന്നും നമ്മളതിലിടുന്നില്ല. ഒരു മഞ്ഞ കളർ, ഒരു മഞ്ഞൾപ്പൊടി ലേശം ചേർക്കുക. ഉപ്പും മഞ്ഞളും മാത്രമേ ചേർക്കുള്ളൂ. മസാലയുടെ യാതൊരു കുത്തുമില്ലാത്തൊരു കറി. സാമ്പാർ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സാമ്പാറിലേക്ക് നമുക്കൊന്ന് താളിച്ചിടാനുണ്ട്. കടുക്, മുളക്, കറിവേപ്പില ഒക്കെ വറുത്തിടണം. തേങ്ങ കുറച്ച്, ഒരു 5-8 കൊത്ത് തേങ്ങ ചെറുതാക്കി നുറുക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് കറി വെക്കുന്ന നേരത്ത് അത് അതിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഇടുക വെണ്ടയ്ക്ക. തേങ്ങാക്കൊത്തിട്ടിട്ട് മൂപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന വെണ്ടയ്ക്ക തോരനാണ്. തേങ്ങ ചതച്ചിടുവോ ചിരവിടുവോ ഒന്നുമല്ല ചെയ്യുന്നത്. എരിവ് എന്ന് പറഞ്ഞത് ഇല്ലാത്തൊരു കറിയാണ്. കുറച്ച് പച്ചമുളക് ഇടും, അതുമല്ലാതെ വേറെ ഒന്നും അതിലിടില്ല. എല്ലാ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് പതുക്കെ ചെറിയ തീയിൽ വഴറ്റിയിട്ട് എടുക്കുക. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ചേർക്കുന്നത്. വേറെ ഒന്നുമില്ല, മസാല ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷെ അത് വളരെ രുചികരമാണ്. വേറെ ഒന്നും ഇതിന് ആവശ്യമില്ല. ഒരു വെറൈറ്റി വെണ്ടയ്ക്ക തോരൻ. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കുമ്പോൾ കുറേ വെളിച്ചെണ്ണയും കുറേ മുളകൊക്കെ ഇട്ടല്ലേ ഉണ്ടാക്കുക. ഇതിനതൊന്നുമില്ല. ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക്, എരിവുള്ളതാണെങ്കിൽ ഒരു 3 എണ്ണം. അതിലേക്ക് നീളത്തിൽ മുറിച്ച് തന്നെ ഇടുക. നല്ല രസമാണ് അത് കറി. ചിലപ്പോൾ നമുക്ക് നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ തനതായ ടേസ്റ്റുകളൊക്കെ അറിഞ്ഞുകൊണ്ട് കഴിക്കണം എന്ന് തോന്നും. ഒരുപാട് മസാലകളുടെ കുത്തൊന്നും ഇല്ലാണ്ട് അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് ഈ വെണ്ടയ്ക്ക തോരൻ. രാവിലെ സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാൻ വളരെ നല്ലതാണ്. വറുത്തിട്ട നാളികേരവും സവാളയും വഴന്ന സവാളയും വഴന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങളും ഒക്കെ കൂടി
ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയിട്ടുണ്ടാക്കണം. മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 3-4 മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറാക്കാം. ഏറെ 5 മിനിറ്റ്, അതിലധികം പോകില്ല. അത്ര എളുപ്പമാണ് ഉണ്ടാക്കാൻ. തീ ചെറുതാക്കി വെക്കണം, അല്ലെങ്കിൽ അടിയിൽ നിന്ന് കരിവ് വരും. എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ രസകരമായ ഒരു വിഭവമാണ്. ഇത് കൂടാതെ നമുക്ക് ഗുരുവായൂർ വലിയ പപ്പടമുണ്ട്. പിന്നെ നാരങ്ങാക്കറിയും ഉണ്ട്. അത്രയേ ഉള്ളൂ നമുക്ക് കേട്ടോ. ഇലയിൽ വിളമ്പി കഴിക്കാൻ മാത്രം. ചിങ്ങം 1 ഏറെ നേരം പണിയെടുക്കില്ല. 2 മണിക്കൂർ നേരം കൊണ്ട് ഇതൊക്കെ തയ്യാറാക്കി നമുക്ക് വിളമ്പാം. പിന്നെ മോരും. നല്ല രസമുള്ളൊരു സാധനമാണ് ഇത്. കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ്. നല്ല ഭംഗിയുള്ള ഒരു കറി. അപ്പോൾ ഒരു ചിങ്ങം 1 വളരെ സംഗീതാത്മകമായി നമുക്ക് ആഘോഷിക്കാവുന്നതാണ്. എല്ലാ കർഷകർക്കും നന്മ വരട്ടെ, നമ്മുടെ മണ്ണ് നമുക്ക് വേണ്ടതൊക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സദ്യയുടെ മറ്റ് ചിട്ടവട്ടങ്ങളിലേക്കൊക്കെ കടക്കാം. കുക്കിങ്ങിലേക്ക് പ്രവേശിക്കാം.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചിങ്ങമൊന്നിൻ്റെ പ്രത്യേക ലഞ്ച് കോംബോ ആണ് തയ്യാറാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ.